കുറച്ചു കാലത്തെ അജ്ഞാതവാസത്തിന് ശേഷം ഫുഡ് വ്ലോഗർ മൃണാൾ വീണ്ടും പൊതുരംഗത്ത് എയറിൽ അവതരിച്ചിരിക്കുന്നു. ഇത്തവണത്തെ വരവ് സാധാരണക്കാരന്റെ പ്രിയപ്പെട്ട ലഘുഭക്ഷണമായ ബൺ മസ്കിനെ കുറിച്ചൊരു ഭീകരമായ പൊതുജനാരോഗ്യ മുന്നറിയിപ്പ് നൽകാനാണ്. എന്നാൽ ഈ വെളിപാടുകൾക്ക് പിന്നിൽ പൊതുജനങ്ങളോട് പ്രത്യേകിച്ച് ആത്മാർത്ഥമായ കരുതലാണോ അതോ സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള കൗശലപൂർവമായ നീക്കമാണോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. തെരുവിൽ വിൽക്കുന്ന ബൺ മസ്കിന് നിങ്ങളെ കൊല്ലാൻ പോലും ശേഷിയുണ്ട് എന്ന മൃണാളിന്റെ നാടകീയമായ പ്രഖ്യാപനമാണ് ഈ കോലാഹലങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു. അദ്ദേഹത്തിന്റെ ഭീഷണി ഇങ്ങനെയായിരുന്നു: നിങ്ങളെ കൊല്ലാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ബൺ മസ്ക്. ഈ ഞെട്ടിക്കുന്ന ആരോപണത്തിന് പിന്നിലെ ശാസ്ത്രീയ കണ്ടെത്തലുകളിലേക്കും അതിലൊളിഞ്ഞിരിക്കുന്ന കച്ചവട തന്ത്രങ്ങളിലേക്കും നമുക്ക് ചെന്ന് നോക്കാം. ഈ വിശുദ്ധ മൃണാളിന്റെ സുവിശേഷത്തിൽ വെളിപാടുകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പൊതുജനങ്ങളുടെ സംരക്ഷകനായും ഭക്ഷ്യസുരക്ഷയുടെ ഏക പോരാളിയായും സ്വയം അവതരിച്ചുകൊണ്ട് മൃണാൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ കാതൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അഴിമതി നിറഞ്ഞ ഭക്ഷ്യ വ്യവസായത്തിനെതിരെ താൻ ഒറ്റയ്ക്ക് നടത്തുന്ന ധർമ്മയുദ്ധമാണ് അദ്ദേഹം ഇതിനെ ചിത്രീകരിക്കുന്നത്. തെരുവോരത്തെ ബൺ മസ്കിനെതിരെ മൃണാൾ നടത്തുന്ന പ്രധാന വാദങ്ങൾ ഇവയാണ്. കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് തന്നെ അതിൽ ചേർക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരമില്ലായ്മയ്ക്ക് തെളിവാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. കച്ചവടക്കാർ യഥാർത്ഥ വെണ്ണയ്ക്ക് പകരം കിലോയ്ക്ക് ഏകദേശം 600 രൂപ വില വരുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. വില കുറഞ്ഞതും ആരോഗ്യത്തിന് ഹാനികരവുമായ മാർഗരിൻ അല്ലെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ കിലോയ്ക്ക് വരും 8 രൂപ വരുന്ന അതിലും മോശമായ എന്തോ ഒന്നാണ് ഉപയോഗിക്കുന്നതെന്നാണ് മൃണാളിന്റെ കണ്ടെത്തൽ. ഈ അപകടകരമായ ചേരുവയാണ് ബൺ മസ്കിനെ ഒരു കൊലയാളിയാക്കി മാറ്റുന്നതെന്നും അത് കഴിച്ചാൽ ചെറുതായിട്ട് ചത്തുപോകും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ബൺ മസ്കെ മാത്രമല്ല, സാധാരണ പാക്കറ്റ് ബ്രെഡിനെയും മൃണാൾ വെറുതെ വിട്ടില്ല. സ്വന്തം റെസ്റ്റോറന്റിൽ ബ്രെഡും സ്റ്റൂവും അവതരിപ്പിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ബ്രെഡിനെതിരെയുള്ള വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചത്. ഒരു ബ്രെഡ് പാക്കറ്റിലെ ചേരുവകളുടെ ലിസ്റ്റ് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിലെ അപകടകാരികളെ തുറന്നു കാട്ടിയത്. വെജിറ്റബിൾ ഫാറ്റ്, ഗ്ലൂട്ടൈൻ, സോയ സോളിഡ്സ്, മിൽക്ക് സോളിഡ്സ്, പ്രിസർവേറ്റീവ്, ഫ്ലോർ ട്രീറ്റ്മെന്റ് ഏജൻസി, സ്റ്റെബിലൈസർ, എമൽസിഫയർ, അസിഡിറ്റി റിലേറ്റീവ്സ്, ആന്റി ഓക്സിഡന്റ്. തന്റെ സ്ഥാപനത്തിലെല്ലാം ഇത്തരം വിഷം വെക്കാൻ താല്പര്യമില്ല എന്നും ഫ്രീസർ പോലും ഉപയോഗിക്കാതെ അന്നന്നത്തെ സാധനങ്ങൾ വാങ്ങി ശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മൃണാൾ കൊളുത്തിവിട്ട ഈ ഓർഗാനിക് വെടിയിൽ ജനം പേടിച്ചരണ്ടെങ്കിലും കടപൂട്ടി പോവാൻ ഭാവമില്ലാത്തവർ തിരിച്ചടിച്ചു. വിശുദ്ധന്റെ സുവിശേഷം കേട്ട സ്ഥിതിക്ക് ഇനി പ്രതികളുടെ മൊഴി കൂടി ചേർക്കാം. മൃണാളിന്റെ കടന്നാക്രമണങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം ലക്ഷ്യം വെച്ച കച്ചവടക്കാരും അദ്ദേഹം വളച്ചൊടിച്ച ഭക്ഷ്യശാസ്ത്രവും ഒരുപോലെ രംഗത്തെത്തി. മൃണാളിന്റെ വാദങ്ങളെ പ്രതിരോധിക്കുന്ന മറുവാദങ്ങളാണ് ഈ ഭാഗത്ത് നാം പരിശോധിക്കേണ്ടത്. ബൺ മസ്കയെ കേരളത്തിൽ ഒരു ട്രെൻഡാക്കി മാറ്റിയതിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ച ചായ് കപ്പിൾ എന്ന സംരംഭകരാണ് മൃണാളിന്റെ ആരോപണങ്ങൾക്ക് ആദ്യമായി മറുപടി നൽകിയത്. അദ്ദേഹത്തിന്റെ വാദങ്ങളെ അവർ തെളിവ് സഹിതം ഖണ്ഡിച്ചു. തങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ചേരുവകളാണെന്ന് ഇവർ വ്യക്തമാക്കി. ഗുണമേന്മയുള്ള ചീസും പ്രത്യേകമായ അമൂൽ ബട്ടറും ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇവർ മറുപടി നൽകിയത്. ലാഭം എടുക്കാതെയാണ് തങ്ങൾ കച്ചവടം തുടങ്ങിയെന്നും കുട്ടികൾക്ക് പോലും ധൈര്യമായി നൽകാമെന്നും മാതാപിതാക്കളോട് ഉറപ്പു പറയാൻ തങ്ങൾക്ക് മടിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത് അവരുടെ കച്ചവടത്തിലെ സത്യസന്ധതയും ആത്മവിശ്വാസവും വെളിവാക്കുന്നുണ്ട്. ബ്രെഡ് പാക്കറ്റിലെ ചേരുവകളെ കുറിച്ച് മൃണാൾ പടർത്തിയ ഭീതി അടിസ്ഥാനരഹിതമാണെന്ന് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ഗ്ലൂട്ടൈൻ എന്ന് പറഞ്ഞ സാധനം ഗോതമ്പ് പൊടിയിൽ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ഗ്ലൂട്ടൈൻ അലർജി ഉള്ളവർക്ക് മാത്രമേ ഇതൊരു പ്രശ്നമാവുള്ളൂ. മിൽക്ക് സോളിഡ്സ് ഇത് പാൽപ്പൊടിയാണ്. വെള്ളം വറ്റിച്ച പാൽ. ലാക്ടോസ് അലർജി ഉള്ളവരെ പോലെയുള്ള ഉപഭോക്താക്കളെ അറിയിക്കാനാണ് ഇത് ചേരുവയിൽ രേഖപ്പെടുത്തുന്നത്. ആന്റി ഓക്സിഡന്റിൽ പല ഭക്ഷണങ്ങളിലും സ്വാഭാവികമായി കാണപ്പെടുന്നതും ശരീരത്തിന് വളരെ ഗുണകരവുമായ ഘടകങ്ങളാണിത്. മൃണാൾ സൂചിപ്പിക്കുന്നത് പോലെ അപകടകരമായ ഒരു രാസവസ്തുവല്ല ആന്റി ഓക്സിഡന്റ്സ്. എമൽസിഫയർ ഓർ സ്റ്റെബിലൈസർ എണ്ണയും വെള്ളവും പോലുള്ള ചേരുവകളെ ശരിയായി യോജിപ്പിച്ച് ചേർത്താൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇത് ഭക്ഷണ നിർമ്മാണത്തിൽ ഒരു സാധാരണ പ്രക്രിയയാണ്. ചുരുക്കത്തിൽ FSSAI മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ഈ സുതാര്യത ഉറപ്പാക്കാനാണ് ചേരുവകൾ ലിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അവയെല്ലാം വിഷമായതുകൊണ്ടൊന്നുമല്ല. മൃണാളിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. മൃണാളിന്റെ ഈ പൊതുജന സേവനം യഥാർത്ഥത്തിൽ സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്ന് ഉടലെടുത്തതാണോ അതോ സ്വന്തം ബ്രാൻഡിനെ ഉയർത്തിക്കാട്ടാനും എതിരാളികളെ ഇല്ലാതാക്കാനുമുള്ള ഒരു കൗശലപൂർവമായ മാർക്കറ്റിംഗ് തന്ത്രമാണോ? ഏതായാലും എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ സാധ്യതയിലേക്കാണ്. മൃണാളിന്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ കാതൽ വളരെ ലളിതമാണ്. ഹംഗ്രി മൃണാൾ എന്ന തന്റെ റെസ്റ്റോറന്റ് മാത്രമാണ് ശുദ്ധവും ഓർഗാനിക്കും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുന്ന ഏക ഇടമെന്ന് സ്ഥാപിക്കുക. മറ്റുള്ളവരെല്ലാം വിഷം വിൽക്കുന്നവരാണെന്ന് ചിത്രീകരിക്കുന്നതിലൂടെ തന്റെ സ്ഥാപനത്തിന് ഒരു വിശുദ്ധ പരിവേഷം നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഐ ആം ദ ബെസ്റ്റ്, ബാക്കിയുള്ളവരെല്ലാം വേസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതി. അദ്ദേഹത്തിന്റെ ഭീതിപ്പെടുത്തൽ തന്ത്രവും ബിസിനസ് മോഡലും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്.
തെരുവിലെ ബൺ മസ്ക അപകടമാണെന്ന് സ്ഥാപിക്കുന്നതിലൂടെ ഭാവിയിൽ താൻ സ്വന്തമായി പുറത്തിറക്കാൻ പോകുന്ന ഒരു ഓർഗാനിക് ബൺ മസ്കയ്ക്ക് ഉയർന്ന വില ഈടാക്കാനുള്ള ന്യായീകരണവുമായിരിക്കാം ഇത്. നല്ല ചേരുവകൾക്ക് നല്ല വില നൽകേണ്ടി വരുമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുക. എന്നിട്ട് നാളെ താൻ സ്വന്തം ബൺ മസ്കയ്ക്ക് 200 രൂപ വിലയിടുമ്പോൾ ആരും ചോദ്യം ചെയ്യില്ല. മൃണാളിന്റെ പ്രവൃത്തികളും പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ വാദങ്ങളെ എപ്പോഴും ഖണ്ഡിക്കാറുണ്ട്. ബൺ മസ്കയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുമ്പോൾ തന്നെ മറ്റൊരു ജങ്ക് ഫുഡായ ഫ്രഞ്ച് ഫ്രൈസ് ആസ്വദിച്ച് കഴിക്കുന്ന മൃണാളിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. മറ്റുള്ളവർ എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നതിനെ വിമർശിക്കുന്ന മൃണാൾ സ്വന്തം റെസ്റ്റോറന്റിലെ ഉപയോഗിച്ച എണ്ണ 55 രൂപയ്ക്ക് വിൽക്കുന്നതായി സമ്മതിക്കുന്നുണ്ട്. ഈ എണ്ണ മറ്റ് റെസ്റ്റോറന്റുകാർ വാങ്ങി വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെന്ന് ആ എണ്ണ വാങ്ങുന്ന ഡ്രൈവർ തന്നെ പറയുന്നു. യഥാർത്ഥത്തിൽ ആശങ്കയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണ വിൽക്കുകയേ ചെയ്യരുതായിരുന്നു. 70% ഇന്ത്യക്കാർക്ക് പാൽ ദഹിക്കില്ലെന്നും അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും പ്രസംഗിച്ച അതേ മൃണാളാണ് ഈ വിവാദങ്ങൾക്ക് തീ കൊളുത്തിയത്. എന്നാൽ ഈ വാദത്തെ പരിഹസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ആൾ തന്നെ ബൺ മസ്കയുടെ അച്ഛൻ വേർഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മലായ് ബൺ കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. പാൽ അത്ര വലിയ വില്ലനായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ തങ്ങളുടെ ഭക്ഷണശീലങ്ങൾ എന്നേ മാറ്റിയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് പൊതുജനാരോഗ്യത്തിലേക്കുള്ള ആത്മാർത്ഥമായ ആശങ്കയിലേക്കല്ല, മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ബിസിനസ് തന്ത്രമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ മൃണാൾ സ്വയം വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു നന്മമരമാണോ അതോ ഓർഗാനിക് എന്ന പുതിയ ട്രെൻഡ് മുതലെടുത്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സൂത്രശാലിയായ കുറുക്കനാണ്? തെളിവുകൾ വ്യക്തമാക്കുന്നത് ഇദ്ദേഹത്തിന്റെ കച്ചവട തന്ത്രങ്ങളാണ്. ഓർഗാനിക് ജീവിതശൈലിക്ക് പ്രാധാന്യം നൽകുന്ന എന്നാൽ അതിന് പണം മുടക്കാൻ ശേഷിയുള്ള ഒരു വലിയ വിഭാഗം ഉപഭോക്താക്കൾ പ്രത്യേകിച്ച് കൊച്ചിയിലും തിരുവനന്തപുരത്തും പോലുള്ള നഗരങ്ങളിൽ ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന തെക്കികൾക്കിടയിൽ വളർന്നു വരുന്നുണ്ടെന്ന് മൃണാൾ മണത്തറിഞ്ഞിരുന്നു. ബോച്ചയെ പോലെ ഭാവിയെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഈ തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തിന്റെയും പിന്നിൽ. അദ്ദേഹത്തിന്റെ തന്ത്രം ഫലപ്രദമായിരിക്കാം, പക്ഷേ അത് ചെറിയ കച്ചവടക്കാരുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധത എന്നത് അദ്ദേഹത്തിന്റെ കച്ചവട ലക്ഷ്യങ്ങൾ മറച്ചുവെക്കാനുള്ള ഒരു മുഖംമൂടി മാത്രമാണ്. ഈ വിവാദങ്ങൾക്കിടയിൽ ഒരു ലളിതമായ ഉപദേശവും കൂടെ ഉണ്ട്. അടുത്ത തവണ ബാംഗ്ലൂരിൽ പോകുമ്പോൾ കമ്മനഹള്ളിയിലെ മലായ് ബൺ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ബൺ മസ്കയുടെ ഒരു മികച്ച പതിപ്പായ ഇത് ഈ വിവാദങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥ രുചിയുടെ ഓർമ്മപ്പെടുത്തലാണ്. അത് കഴിക്കാൻ മൃണാളിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല.